നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാനിന്ന് ബജികളുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഒരേ ഒരു മാവ് വെച്ച് 3 ടൈപ്പ് ഓഫ് ബജി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ബജിയുടെ മാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലമാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിന് അനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1/2 സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. കടയിലൊക്കെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ചേർക്കാറുണ്ട്. ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ 3 ടൈപ്പ് ഓഫ് ബജിയാണ് ഉണ്ടാക്കുന്നത്. അതിലൊന്ന് മുളക് ബജി, ഒന്ന് വാഴയ്ക്ക ബജി, ഒന്ന് സവാള ബജി. ബജി മുളക് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വാഴയ്ക്കയുടെ തൊലിയെല്ലാം ചെത്തിയിട്ട് അതും കഴുകി വെച്ചിട്ടുണ്ട്. സവാളയും തൊലിയെല്ലാം പൊളിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ബജി മുളക് ഞാൻ 2-3 തരത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം പകുതി വരെ മുറിച്ചിട്ട്, അതായത് മൊത്തം മുറിക്കാതെ കുറേ ഭാഗം മാത്രം മുറിച്ചിട്ട് അതിനുള്ളിലെ അരിയെല്ലാം എടുത്ത് കളയുന്ന ഒരു മെത്തേഡ്. പിന്നെ ഒരു മുളകിനെ തന്നെ 2ആയിട്ടോ അല്ലെങ്കിൽ 4ആയിട്ടോ നമ്മൾക്ക് കട്ട് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്ലിറ്റ് ഇട്ടിട്ട്, അതായത് ഈ മുളക് സ്ലിറ്റ് ചെയ്തിട്ട് ഈ അരി എടുത്ത് കളയാതെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇച്ചിരി എരിവ് കൂടുതലായിരിക്കും അതിനകത്തിൽ. വാഴയ്ക്കയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള നമ്മളിവിടെ വട്ടത്തിലാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. മാവ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന വാഴയ്ക്കയും ഉള്ളിയും അതേപോലെ ബജിമുളകും എല്ലാം എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരിയെടുക്കുക. അത്രയേ ഉള്ളൂ. വാഴയ്ക്ക ആദ്യം വറുത്തെടുക്കണം. ഒരുപാട് നേരം വെച്ചിരുന്നാൽ അത് കറുത്ത് പോകാൻ ചാൻസ് ഉണ്ട്.